ഈശോയുടെ വലിയ സാന്നിധ്യം, സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരിക. ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെ. ഏശയ്യാ 44:1, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ ദാസനെ കേൾക്കുക. ഹിയർ മീ, ഞാൻ പറയുന്നത് കേൾക്കുക. ഈശോ പറഞ്ഞ ആ വാക്ക്, ദൈവത്തിൻ്റെ വചനം, ഈ ആരാധനയുടെ സമയം ജീവിക്കുന്ന ദൈവം നമ്മുടെ കൺമുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നമ്മളെ കണ്ടുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഈശോ വരികയാണ്. എന്നെ നോക്കുന്ന എൻ്റെ ദൈവം, എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവം, എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എൻ്റെ ദൈവം, എന്നെ കൈപിടിച്ച് നടത്തുന്ന എൻ്റെ ദൈവം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. സങ്കീർത്തനം 40:17 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. ആ കരുതൽ ഈശോ പ്രകടമാക്കുന്നത്, ജീവിക്കുന്ന ദൈവം ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. കണ്ണെടുക്കാതെ എന്നെ നോക്കുന്ന എൻ്റെ ദൈവം, ഞാൻ പറയുന്നത് കേൾക്കാൻ ചെവി തുറന്നു പിടിച്ചിരിക്കുന്ന എൻ്റെ ദൈവം, എന്നോട് സംസാരിക്കാൻ ഹൃദയം തുറന്നു പിടിച്ചിരിക്കുന്ന, എന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന എൻ്റെ ദൈവം. ഞാനൊന്ന് വീണു പോയാൽ, ഞാനൊരു പാപത്തിലോട്ട് തകർന്നു വീണു പോയാൽ, ഞാൻ സങ്കടത്തിൽ തലകുമ്പിട്ട് പോയാൽ, കൈപിടിച്ചെന്നെ ഉയർത്തുന്ന എൻ്റെ നല്ല ഈശോ കർത്താവെ, ഞാൻ നന്ദി പറയുകയാണ്. വലിയ കൃപയ്ക്ക് അങ്ങ് എഴുന്നള്ളി വരുമ്പോൾ അങ്ങേ കാണാൻ, അങ്ങേ കേൾക്കാൻ, അങ്ങയോട് ചേർന്നിരിക്കാൻ ഈശോയെ സഹായിക്കണമേ. പ്രാർത്ഥന ഗാനത്തോട് ചേർന്ന് പരിശുദ്ധനായ നമ്മുടെ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. കണ്ണെടുക്കാതെ എന്നെ നോക്കുന്ന ദൈവം കൂടെയില്ലേ, കാതടയ്ക്കാതെ എന്നെ കേൾക്കുന്ന ദൈവം കൂടെയില്ലേ, കണ്ണടയ്ക്കാതെ എന്നെ നോക്കുന്ന ദൈവം കൂടെയില്ലേ, കാതടയ്ക്കാതെ എന്നെ കേൾക്കുന്ന ദൈവം കൂടെയില്ലേ, മാറി നിൽക്കാതെ മാറിൽ ചേർക്കുന്ന ദൈവം കൂടെയില്ലേ, കൈവലിക്കാതെ കൈപിടിക്കുന്ന ദൈവം കൂടെയില്ലേ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ കാണും. കണ്ണെടുക്കാതെ ഈശോ, എന്നെ നോക്കുന്ന എൻ്റെ ഈശോ, ക്രൂശിതനായി നീ, ഉദ്ധിതനായി നീ, സ്നേഹിതനായല്ലോ ഈശോ, ക്രൂശിതനായി നീ, ഉദ്ധിതനായി നീ, സ്നേഹിതനായല്ലോ, കണ്ണെടുക്കാതെ എന്നെ നോക്കുന്ന ദൈവം കൂടെയില്ലേ, കാതടയ്ക്കാതെ എന്നെ കേൾക്കുന്ന ദൈവം കൂടെയില്ലേ, കണ്ണെടുക്കാതെ എന്നെ നോക്കുന്ന ദൈവം കൂടെയില്ലേ, കാതടയ്ക്കാതെ എന്നെ കേൾക്കുന്ന ദൈവം കൂടെയില്ലേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായിട്ട് ഈശോയുടെ മുമ്പിൽ നമുക്കിരിക്കാം. കരങ്ങൾ മടിയിൽ യാചന രൂപത്തിൽ തുറന്നു വയ്ക്കുക. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയ്ക്ക് ഈ സമയം നമ്മൾ കൊടുക്കുന്നു. ഈശോയെ കേൾക്കുന്നു. കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം, ജീവിക്കുന്ന സാന്നിധ്യമാണ്. നമുക്ക് പ്രാണൻ നൽകിയ, ജീവൻ നൽകിയ നമ്മുടെ ഈശോ. കർത്താവിനോട് നമ്മൾ പറയുന്നതിന് മുമ്പേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഈശോയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ. നമ്മൾ ഒത്തിരി പറയാതെ തന്നെ ഈശോയ്ക്ക് അറിയാം. നമ്മുടെ കണ്ണുനീരുകൾ ഈശോയ്ക്ക് അറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അറിയാം.
വീട്ടിലെ അവസ്ഥ, നമ്മുടെ ആത്മീയ കുറവുകളെ ഈശോയ്ക്ക് അറിയാം, നമ്മുടെ പാപങ്ങൾ ഈശോയ്ക്ക് അറിയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഈ തടസ്സത്തിൻ്റെയൊക്കെ മുമ്പിൽ വന്നിങ്ങനെ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇപ്പം നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. എല്ലാം അറിയാം ഒരാൾക്ക്. അപ്പനറിയാത്തതും അമ്മയ്ക്കറിയാത്തതും ജീവിത പങ്കാളിക്കോ മക്കൾക്കോ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോ അറിയത്തില്ലാത്തതും ഈശോയ്ക്കറിയാം. ആ ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി നോക്ക്. ബാക്കിയെല്ലാം ഈശോ നോക്കിക്കോളും. ഞാൻ നിൻ്റെ കർത്താവാണ്, ഞാൻ നിൻ്റെ ദൈവമാണ്, നീ ഭയപ്പെടണ്ട എന്ന് പറയുന്ന കർത്താവ്. സങ്കീർത്തനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:1, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ യാക്കോബ്, എൻ്റെ മകൻ, നിനക്ക് രൂപം നൽകിയത്, നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ സഹായിച്ച നിൻ്റെ ദൈവം നിന്നോട് പറയുകയാണ്, ഭയപ്പെടണ്ട. ഡു നോട്ട് ബി അഫ്രൈഡ്. നാളെക്കുറിച്ച് ഭയപ്പെടണ്ട. നിൻ്റെ നിയോഗങ്ങൾ, അതിനെ ഓർത്ത് ഭയപ്പെടണ്ട. കടമോർത്തോ രോഗമോർത്തോ വേദനയോർത്തോ ഭയപ്പെടണ്ട. ദുശീലങ്ങളെ ഓർത്ത് പാപങ്ങളെ ഓർത്ത് ഭയപ്പെടണ്ട. ട്രസ്റ്റ് ഹിം, കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഹിം. പൂർണ്ണമായിട്ടും ഈശോയെ ആശ്രയിക്കുക. ഈശോയുടെ വലിയ ശക്തിയിൽ ശരണപ്പെടുക. എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, നമ്മളങ്ങ് സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഇതിലും അപ്പുറം സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ചങ്കു പൊട്ടിപ്പോകുന്നത്ര വലിയ സ്നേഹത്തോടെ ഈശോയെ സ്നേഹിക്കുക. എൻ്റെ പ്രാണനായ എൻ്റെ ഈശോയെ, എൻ്റെ ജീവനായ എൻ്റെ ഈശോയെ, എൻ്റെ സർവസ്വമായ എൻ്റെ ഈശോയെ, നിന്നേക്കാൾ അധികമായി മറ്റൊന്നിനെയും ഞാൻ സ്നേഹിക്കാതെ, നിന്നേക്കാൾ അധികമായി മറ്റൊന്നിനും ഞാൻ പ്രാധാന്യം കൊടുക്കാതെ, എൻ്റെ അപ്പാ, എൻ്റെ സ്നേഹമേ, നിന്നെ മാത്രം ഞാൻ സ്നേഹിക്കട്ടെ. കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടോണ്ട് അങ്ങേ സ്നേഹിക്കാൻ വലിയ കൃപ നൽകണമേ. അങ്ങേ പ്രാണന് തുല്യം സ്നേഹിക്കാൻ കൃപ നൽകണമേ. എൻ്റെ ഈശോയെ, എൻ്റെ സ്നേഹമേ, എൻ്റെ ഈശോയെ, എൻ്റെ വലിയ സ്നേഹമേ. പ്രാണനാ യേശുവേ. കണ്ണു തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണേ. ജീവനാ നാഥനേ ഈശോ. പ്രാണനാ യേശുവേ. ജീവനാ നാഥനേ. ഞാൻ വരണ്ട ഭൂമിയിൽ ജലവും മണലാരണ്യത്തിൽ മരുഭൂമിയിൽ നദികളും സൃഷ്ടിക്കും. എനിക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന് പറഞ്ഞ ആ ഈശോയാണ് മരുഭൂമിയാകുന്ന നിന്റെ ജീവിതത്തിൽ വരണ്ടുണങ്ങി കിടക്കുന്ന ജീവിതാവസ്ഥകളിൽ ഒരു കുളിർത്തനലായി മഴത്തുള്ളിയായി പെയ്തിറങ്ങുന്ന ഈശോയുടെ സ്നേഹം കാണുന്നത് വെള്ള അപ്പമല്ല, ജീവിക്കുന്ന അപ്പനെയാണ്, ജീവിക്കുന്ന എൻ്റെ ദൈവത്തെയാണ്, എൻ്റെ പ്രാണനെയാണ്, എൻ്റെ സ്നേഹത്തെയാണ്. ഈശോയെ, ഈശോയെ. മരുഭൂമിയാമെൻ്റെ മാനസത്തിൽ പെയ്യുന്ന മഴയായി നീ ഏകാകിയാകുന്ന നേരങ്ങളിൽ കൂട്ടേകും ചങ്ങാതിയാ. എൻ്റെ പ്രാണനായി, എൻ്റെ ജീവനായി, നീ എൻ്റെ സ്വന്തമായി. വലതുകരം ഒന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാവോ? എൻ്റെ പ്രാണനായി, എൻ്റെ ജീവനായി, നീ എൻ്റെ സ്വന്തമായി. പ്രാണനാമേശുവേ. ജീവനാ നാഥനേ. പ്രാണനാമേശുവേ. ജീവനാ നാഥനേ. മരുഭൂമിയാമെൻ്റെ മാനസത്തിൽ പെയ്യുന്ന മഴയായി നീ
ഏകാകിയാകുന്ന നേരങ്ങളിൽ കൂട്ടേകും ചങ്ങാതിയാ എൻ്റെ പ്രാണനായി എൻ്റെ ജീവനായി നീ എൻ്റെ സ്വന്തമായി നീ എൻ്റെ സ്വന്തമായി. കരങ്ങൾ രണ്ടും നമുക്ക് ഈശോയിലേക്ക് നെട്ടിപ്പിടിക്കാം. നീ എൻ്റെ സ്വന്തമായി. ഈശോ സ്വന്തമാക്കിയ വിശുദ്ധ ജനമാണ് നമ്മൾ. നമ്മുടെ ഏതവസ്ഥയിലും ഈശോ നമുക്ക് നൽകുന്ന ഒരു പ്രോമിസാണ്, നീ എൻ്റെ സ്വന്തമാണ്. നമുക്ക് തിരിച്ചു പറയാൻ പറ്റണം, കർത്താവേ ഞാൻ അങ്ങേക്കുള്ളതാണ്. ഈ തോറ്റുപോയ ഞാൻ, ഈ കണ്ണീരിലായിരിക്കുന്ന ഞാൻ, ഈ ചതിക്കപ്പെട്ട ഞാൻ നിൻ്റെ സ്വന്തമാണ്. ഞാൻ അങ്ങയുടേത് മാത്രമാണ്. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ച് ഈശോയൊന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന പോലെ കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ചോ. ഈശോയുടെ ഉള്ളിൽ നിറയേണ്ടത്, ഇപ്പോൾ സ്തുതിക്കുമ്പോൾ നിറയേണ്ടത് ഇതാണ്, ഞാൻ ഈശോയുടെ സ്വന്തമാണ്, ഈശോ എൻ്റേതും. ആ വലിയൊരു ആനന്ദത്തിൽ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ശക്തമായിട്ട് ഈശോ എന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ 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 ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ 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 ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കർത്താവിനെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആരാധനയുടെ സമയത്ത്. ഇവിടെ എന്തോരം നിയോഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അതെല്ലാം ഈശോയ്ക്ക് അറിയാം. നമ്മുടെ കാര്യത്തിൽ കൺസേൺഡ് ആണ്, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഈശോ. നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റിയാൽ, നമ്മൾ ഈശോയുടെ സ്വന്തമാണെന്ന ബോധ്യം കിട്ടിയാൽ, പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോ നോക്കിക്കോളും. ആ ബോധ്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. എൻ്റെ കടം ഈശോയ്ക്ക് നോക്കാൻ പറ്റും, എൻ്റെ രോഗം, എൻ്റെ പരാജയം, എൻ്റെ ആത്മീയ ഇരുട്ടുകളെല്ലാം ഈശോയ്ക്ക് നോക്കാൻ പറ്റും. ഈശോ നോക്കും, കാരണം ഞാൻ ഈശോയുടേതാണ്. എൻ്റെ കടം, എൻ്റെ വീട്, എൻ്റെ ജോലി, എൻ്റെ ശുശ്രൂഷ, എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ കണ്ണുനീരുകളും, എൻ്റെ ഭയങ്ങളും ഈശോയുടേതാണ്. കാരണം ഞാൻ ഈശോയുടേതാണ്. കരങ്ങൾ രണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുക, കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മൾ സ്വീകരിക്കാൻ പോകണം ഈ സമയത്ത്. ഈശോയെ ഞങ്ങൾ ചോദിക്കുന്നത് ഇത്ര മാത്രമാണ്, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയെ കാണാൻ, അങ്ങയെ കേൾക്കാൻ, അങ്ങയുടെ അടുത്തിരിക്കാൻ ഒരു അഭിഷേകം തരണേ. അങ്ങയുടെ അടുത്തിരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയുന്ന എല്ലാ പാപങ്ങളും അശുദ്ധിയും ദൂരെ എറിഞ്ഞ് വിശുദ്ധിയോടെ എൻ്റെ പ്രാണനായ എൻ്റെ ഈശോയെ അങ്ങയെ സമീപിക്കാൻ, അങ്ങയെ സ്നേഹിക്കാൻ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും വലിയ ശക്തി നൽകണമേ. നമുക്കിത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുക. ഈ സമയം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ആർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെല്ലാം ഓർക്കുക. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാവരെയും ഒന്ന് ഓർത്ത്. ഈ സമയത്ത് എത്രയോ പേരാണ് നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ ആരെക്കുറിച്ചൊക്കെ സങ്കടപ്പെടുന്നുണ്ടോ അവർക്കെല്ലാം നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. നമ്മളെ സങ്കടപ്പെടുത്തിയ ആൾക്കാർക്കും നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. എല്ലാം കേൾക്കാൻ ഒരാളുണ്ട്, എല്ലാം അറിയുന്ന ഒരാളുണ്ട്, ഈശോ. ഈശോയിലേക്കാണ് നമ്മൾ എല്ലാം കൊടുക്കുന്നത്. സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളുക. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈശോയുടെ സ്നേഹം അറിയട്ടെ. കരങ്ങൾ രണ്ടും യാചന രൂപത്തിൽ ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കുക. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. പരിശുദ്ധ ശരീരത്താൽ, വിലയേറിയ തിരു രക്തത്താൽ പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. വിശുദ്ധി കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്ന് പിടിക്കുക. കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ട് ആ കൃപ മുഴുവൻ 30 60 അല്ല 100 മേനി വിശുദ്ധി അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.